ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഫില്ലിംഗ് വെച്ച് ചെയ്തെടുക്കാവുന്ന 3 തരത്തിലുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. വേഗം തന്നെ പോവാം. ഞാനിവിടെ ആദ്യം ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഫില്ലിംഗ് എങ്ങനെ ചെയ്തെടുക്കുന്ന നോക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു 3 വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുത്തത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് മസാല ആക്കി കിട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സവോള ഒന്ന് പെട്ടെന്ന് വഴന്ന് വരുന്ന വേണ്ടിയിട്ട് നമുക്കൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ സവാളയ്ക്ക് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കൊരു 1/2 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ പച്ചമുളക് കൂടി ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വേണമെന്നൊന്നും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണക്കൊന്ന് മാറി വരുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് പൊടികളാണ്, മസാലപ്പൊടികൾ. ഇതിലേക്കൊരു 1/4 സ്പൂണിന് മേലെയായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ ഞാൻ എരിവിന് വേണ്ടി ഇപ്പോൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം ഞാൻ ചിക്കൻ മസാലയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മീറ്റ് മസാല ആണെങ്കിലും അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ പൊടികളുടെ ഒക്കെ ഒരു റോസ്മെല്ല് മാറി വരുന്നവരൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിൽ ഇട്ടെടുക്കാം. ബീഫാണെങ്കിൽ ബീഫ്, അല്ലെങ്കിൽ എഗ്ഗ് ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കുക്കറിൽ വേവിച്ചെടുത്താണ് കേട്ടോ. ഉപ്പും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ്. ഇതുപോലെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പൊട്ടാറ്റോ, 1 ക്യാരറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ. മുമ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാണ്ട് ശക്തി പിടിച്ചിട്ട് ഇളക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ചേർക്കണ്ട. അപ്പോൾ അതിപ്പോൾ നന്നായി പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് മസാല ഒന്ന് വേവിച്ചുള്ള കാരണം പെട്ടെന്ന് മസാല പിടിക്കുകയും ചെയ്തോളൂ. ഇതിലേക്ക് ഇട്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഫില്ലിങ്ങൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് നന്നായി ചൂടാറി വരട്ടെ കേട്ടോ. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഞാൻ ചെയ്തെടുക്കുന്ന സ്നാക്ക് ഈ രീതിയിലാണ്. ഇതുപോലെ 2 സമൂസ ഷീറ്റ് ക്രോസ് ആക്കി വെച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇതുപോലെ സെൻറ്ററിലാക്കി നമുക്കൊന്ന് സ്പൂൺ കൊണ്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ 2 ഭാഗവും നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പുറത്തുള്ള 2 ഭാഗങ്ങളിലേക്കും നമ്മുടെ മൈദയുടെ പേസ്റ്റ് വെച്ചെടുക്കുക. ഈ രീതിയിൽ തേച്ച് കൊടുക്കാം. മൈദയും വെള്ളം കുടക്കിയ പേസ്റ്റാണ് കേട്ടോ. ആ പേസ്റ്റ് നമുക്ക് തേച്ച് കൊടുത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. നല്ല ടൈറ്റാക്കി തന്നെ നമുക്ക് മടക്കിയെടുക്കണം കേട്ടോ. ഇനി ബാക്കി ഇങ്ങനെ എക്സസൈസ് നിൽക്കുന്ന ഈ ഭാഗം നമുക്കൊരു സിസർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ ക്രോസ് ആക്കി വയ്ക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. 2 ഭാഗം കവർ ചെയ്തെടുക്കുക. മറ്റു 2 ഭാഗത്തേക്ക് നമുക്ക് മൈദമാവിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെട്ടി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്നാക്ക് ഈ സമൂസ ഷീറ്റ് ഇതുപോലെ നീളത്തിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ എന്താ പറയുക, ഇതുപോലെ കൈ വെച്ചൊന്ന് റോൾ എടുക്കാം. മസാല കൈ വെച്ചിട്ട് നന്നായി ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക.
എന്നിട്ട് ഇതിവിടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സമൂസ ഒന്ന് പതുക്കെ നല്ല ടൈറ്റാക്കിയിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി നല്ല ടൈറ്റാക്കി തന്നെ റോൾ ചെയ്തെടുക്കുക. നമുക്കിനി പകുതിക്ക് വെച്ച് അത്രയും വേണ്ടുള്ളൂ വെച്ചെങ്കിൽ മുറിച്ചെടുക്കാം. ഞാൻ പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതി മുഴുവനായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അറ്റത്തായിട്ട് നമുക്ക് മൈദമാവിൻ്റെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായി ഒട്ടിയിരുന്നോളൂ. മടക്കിയെടുക്കാം. ഇനി ഈ രണ്ട് ഭാഗം നമുക്കൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആവശ്യമുണ്ട്. ഈ പേസ്റ്റിലൊന്ന് നമുക്കൊന്ന് മുക്കിയെടുക്കണം. ഇനി അതുപോലെ ആ ഒരു അറ്റം ഭാഗം മാത്രം മുക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി അതുപോലെ ആ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസും കൂടി കോട്ട് ചെയ്തെടുത്ത് നല്ല ഭംഗിയുള്ളൊരു സ്നാക്കായി. പിന്നെ ഈ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് മുക്കിയെടുക്കാം. നമ്മുടെ അടിപൊളി സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതുപോലെ നീളത്തിലാക്കി വയ്ക്കുക. നമ്മുടെ മസാല ഇതുപോലെ റോൾ ചെയ്തിട്ട് വീണ്ടും നമുക്കൊന്ന് ഷീറ്റ് നന്നായി റോൾ ചെയ്തെടുക്കാം. ടൈറ്റാക്കി തന്നെ റോൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഈ അറ്റ ഭാഗത്ത് നമുക്ക് പേസ്റ്റ് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടറ്റ ഭാഗവും നമുക്ക് എന്തെങ്കിലും മൈദമാവ് പേസ്റ്റിൽ മുക്കി കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ചെറിയ അറ്റ ഭാഗം മാത്രം മതി കേട്ടോ. ഞാൻ വല്ലാണ്ട് പൊക്കിയെടുക്കണ്ട. ശക്തി ഉപയോഗിച്ച് പെട്ടെന്ന് തിരക്കിലാക്കിയെടുത്താൽ മസാലയിൽ വിടാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിതുപോലെ എല്ലാ സ്നാക്കും ചെയ്തെടുത്തിട്ട് വരാം. രണ്ട് സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ചെയ്യുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോക്സിൽ അതിലൊരു ബോക്സ് എടുത്തിട്ട് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് 2 എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എഗ്ഗിലൊന്ന് മുക്കിയെടുക്കുക. അതുപോലെ വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 രീതിയിലുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. മൂന്ന് രീതിയിലുള്ള സ്നാക്ക് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എത്രയാണ് നിങ്ങൾക്ക് ആളുകൾ വെച്ചെങ്കിൽ അതിന് ക്വാണ്ടിറ്റി അനുസരിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഫ്രൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്യാത്ത സ്നാക്കാണ് കേട്ടോ. അപ്പോൾ മറ്റേത് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഒരു ഓയിലിൻ്റെ മുകളിൽ ആ ബ്രെഡ് ക്രംസൊക്കെ പറ്റി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഈ സ്നാക്ക് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്നാക്ക് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റിയെടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്തെടുക്കാം. അടുത്തുള്ള ക്രിസ്പി ആയിട്ടുള്ള ബോക്സാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് ഫ്രൈ ചെയ്യാൻ പോകുന്ന ട്യൂബ് പോലെയുള്ള സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്നാക്ക്. നമുക്ക് ഏത് ഫില്ലിങ് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ചിക്കൻ വെച്ച് ചെയ്ത് കൊടുത്തത് മാത്രമേ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം വെച്ചെങ്കിൽ ആ ഫില്ലിങ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ സ്നാക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 തരത്തിലുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്നാക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പിയും അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.